തിരുവനന്തപുരത്ത് കാർ തലകീഴായി മറിഞ്ഞു. കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേയിലാണ് അപകടമുണ്ടായത്. മറ്റൊരു വാഹനത്തിലും ഡിവൈഡറിലും തട്ടിയാണ് ഈ അപകടമുണ്ടായത്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ അപകടത്തിൽ കാര്യമായ പരിക്കുകളുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഫീദ്? ഉന്മേഷ്, ഈ നിരത്തുകളിൽ അശ്രദ്ധ കൊണ്ടടക്കം ഉണ്ടാകുന്ന അപകടങ്ങളുടെ തീവ്രത വ്യക്തമാക്കുന്നതാണ് തിരുവനന്തപുരത്ത് നടന്ന ഈ അപകടത്തിന്റെ ദൃശ്യങ്ങൾ. കഴക്കൂട്ടം എലിവേറ്റർ ഹൈവേയിൽ നടന്ന അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ അപകടമുണ്ടായ വാഹനത്തിന് പിന്നാലെ സഞ്ചരിച്ച വാഹനത്തിലെ ക്യാമറയിലാണ് ഇത് പതിഞ്ഞത്. അതായത് കഴക്കൂട്ടം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഈ വാഹനം അത് മറ്റൊരു വാഹനത്തിലും ഡിവൈഡറിലും തട്ടി. അതായത് കൺട്രോൾ കിട്ടിയിരുന്നില്ല. അങ്ങനെ മറ്റൊരു വാഹനത്തിലും ഡിവൈഡറിലും തട്ടി മറിയുകയായിരുന്നു. ആ മറിയുന്നതടക്കം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ കാറിൽ ഉണ്ടായിരുന്നത് രണ്ടുപേരാണ്. എന്നാൽ രണ്ടുപേർക്കും കാര്യമായ പരിക്കില്ല എന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പിക്കുന്നുണ്ട്. അത്ഭുതകരമായിട്ടാണ് അവർ രക്ഷപ്പെട്ടത്. കാര്യമായ പരിക്കുകൾ, അതായത് വലിയ പരിക്കുകളോ അതല്ലെങ്കിൽ കാര്യമായ പരിക്കുകളോ അവർക്കില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഈ കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ അതിൽ ഈ ഭാഗത്ത് നിരന്തരം അപകടം നടക്കുന്ന സ്ഥലം കൂടിയാണ്. പ്രത്യേകിച്ച് ഇവിടെ റോഡ് CCTV ദൃശ്യങ്ങളില്ല. മാത്രവുമല്ല, ഈ റോഡ് തുറന്നു കൊടുത്തതിന് ശേഷം ഇരുചക്ര വാഹനങ്ങളടക്കം കാര്യമായ അപകടമുണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ കേന്ദ്രീകരിച്ച് ഇവിടെ CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം അത് നാട്ടുകാരും ഇതുവഴി സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആൾക്കാരും ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് അമിത വേഗത അടക്കമുള്ള കാര്യങ്ങളാണ് ഈ അപകടങ്ങൾക്ക് കാരണമാകുന്നത് എന്നുള്ള കാര്യമാണ്. കാരണം ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് അമിത വേഗതയിൽ വാഹനം കുതിക്കുന്നതാണ് അപകടങ്ങൾക്ക് കാരണം. ഏതായാലും ഇത് രണ്ടുപേരുടെ ജീവൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യമാണ് ആശ്വാസകരം. ഉന്മേഷ്, ശരി. ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.